സാമുവൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അദ്ധ്യായം 6. പേടകം തിരിച്ചെത്തുന്നു. കർത്താവിൻ്റെ പേടകം 7 മാസം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു. ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിൻ്റെ പേടകം നാം എന്തു ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? അവർ പറഞ്ഞു, ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആകരുത്. ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാഞ്ഞതിൻ്റെ കാരണം മനസ്സിലാക്കുകയും ചെയ്യും. എന്തു വസ്തുവാണ് പ്രായശ്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കേണ്ടതെന്ന് ഫിലിസ്ത്യർ ചോദിച്ചു. അവർ പറഞ്ഞു, ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണ്ണ നിർമ്മിതമായ 5 കുരുക്കളും 5 എലികളുമാകട്ടെ. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണല്ലോ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ മഹിമയെ പ്രകീർത്തിക്കുവിൻ. നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിൻ്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം. ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിന ഹൃദയരാകുന്നു? അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാർ ഇസ്രായേല്യരെ അനുവദിച്ചതും അവർ പോയതും? അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ വണ്ടിയുണ്ടാക്കി ഒരിക്കലും നുകം വെച്ചിട്ടില്ലാത്ത 2 കറവ പശുക്കളെ കെട്ടുവിൻ. അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്നു കൊള്ളട്ടെ. കർത്താവിൻ്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണയുരുപ്പടികൾ പെട്ടിക്കുള്ളിലാക്കി അതിൻ്റെ ഒരു വശത്ത് വയ്ക്കുവിൻ. നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവിൻ. സ്വന്തം നാടായ ബേത്ത്ശേമെശിലേക്കാണ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത്. അല്ലെങ്കിൽ അവിടുന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം. അവർ അപ്രകാരം ചെയ്തു. 2 കറവ പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്കു കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി. കർത്താവിൻ്റെ പേടകത്തോടൊപ്പം സ്വർണ്ണ നിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടിയും അതിനുള്ളിൽ വെച്ചു. പശുക്കൾ ബേത്ത്ശേമെശിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടം വലം നോക്കാതെ നേരെ പോയി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ബേത്ത്ശേമെശ് അതിർത്തി വരെ അവയെ അനുധാവനം ചെയ്തു. ബേത്ത്ശേമെശിലെ ജനങ്ങൾ വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിൻ്റെ പേടകമാണ്. അവർ അത്യധികം ആനന്ദിച്ചു. വണ്ടി ബേത്ത്ശേമെശുകാരനായ ജോഷിയുടെ വയലിൽ ചെന്നു നിന്നു. ഒരു വലിയ കല്ല് അവിടെ ഉണ്ടായിരുന്നു. വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ ദഹനബലിയായി അവർ കർത്താവിന് സമർപ്പിച്ചു. ലേവ്യർ കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണയുരുപ്പടികൾ വച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചു. ബേത്ത്ശേമെശിലെ ജനങ്ങൾ അന്ന് ദഹനബലികളും ഇതര ബലികളും കർത്താവിന് സമർപ്പിച്ചു. ഇത് കണ്ടതിനു ശേഷം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ 5 പേരും അന്ന് തന്നെ എക്രോണിലേക്ക് മടങ്ങി. കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി ഫിലിസ്ത്യർ സമർപ്പിച്ച സ്വർണ്ണക്കുരുക്കളിലൊന്ന് അഷ്ദോദിനും മറ്റൊന്ന് ഗാസായ്ക്കും 3-ാമത്തേത് അഷ്കലോനും 4-ാമത്തേത് ഗത്തിനും 5-ാമത്തേത് എക്രോണിനും വേണ്ടിയായിരുന്നു. സ്വർണ്ണ എലികൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യ അനുസരിച്ചായിരുന്നു. കർത്താവിൻ്റെ പേടകം ഇറക്കി വെച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബേത്ത്ശേമെശുകാരനായ ജോഷിയുടെ വയലിലുണ്ട്. കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ 70 ബേത്ത്ശേമെശുകാരെ അവിടുന്ന് വധിച്ചു. കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് അവർ വിലപിച്ചു. ബേത്ത്ശേമെശിലെ ആളുകൾ പറഞ്ഞു, കർത്താവിൻ്റെ സന്നിധിയിൽ, പരിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്കു കഴിയും? നമ്മുടെ അടുത്ത് നിന്ന് അവിടുത്തെ എങ്ങോട്ടയക്കും? അവർ ദൂതന്മാരെ കിര്യത്ത്-യെയാറിമിലെ ജനങ്ങളുടെ അടുത്ത് അയച്ചു പറഞ്ഞു, കർത്താവിൻ്റെ പേടകം ഫിലിസ്ത്യർ തിരിച്ചയച്ചിരിക്കുന്നു. നിങ്ങൾ വന്ന് ഏറ്റെടുത്തുകൊള്ളുവിൻ. അദ്ധ്യായം 7. കിര്യത്ത്-യെയാറിമിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിൻ്റെ ഭവനത്തിലെത്തിച്ചു. അത് സൂക്ഷിക്കുന്നതിന് അബിനാദാബിൻ്റെ പുത്രൻ എലയാസറിനെ അവർ അഭിഷേകം ചെയ്തു. സാമുവൽ ന്യായാധിപൻ. കർത്താവിൻ്റെ പേടകം അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു.
ഇസ്രായേൽ ജനം കർത്താവിങ്കലേക്ക് തിരിഞ്ഞു വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അങ്ങനെ ഇസ്രായേല്യർ ബാലിൻ്റെയും അസ്താർത്തയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. സാമുവൽ പറഞ്ഞു, ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയെന്ന് അവർ ഏറ്റുപറഞ്ഞു. മിസ്പായിൽ വെച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലരെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇസ്രായേൽക്കാർ ഭയചകിതരായി. ഫിലിസ്ത്യരിൽ നിന്നു തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവലിനോട് അപേക്ഷിച്ചു. സാമുവൽ മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിനർപ്പിച്ചു. അവൻ ഇസ്രായേലിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു. സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരിടിനാദം മുഴക്കി ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കി. അവർ പലായനം ചെയ്തു. ഇസ്രായേല്യർ മിസ്പായിൽ നിന്ന് ബെത്കാർ വരെ അവരെ പിന്തുടർന്നു വധിച്ചു. അനന്തരം സാമുവൽ മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബ്നേസർ എന്ന് പേരിട്ടു. അങ്ങനെ ഫിലിസ്ത്യർ കീഴടങ്ങി. പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല. സാമുവേലിൻ്റെ കാലം അത്രയും കർത്താവിൻ്റെ കരം ഫിലിസ്ത്യർക്കെതിരെ ബലപ്പെട്ടിരുന്നു. എക്രോൺ മുതൽ ഗത്ത് വരെ ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിനു തിരികെ കൊടുത്തു. ഇസ്രായേല്യർ തങ്ങളുടെ പ്രദേശമെല്ലാം ഫിലിസ്ത്യരിൽ നിന്ന് വീണ്ടെടുത്തു. ഇസ്രായേല്യരും അമോര്യരും തമ്മിൽ സമാധാനമുണ്ടായി. സാമുവൽ തൻ്റെ ജീവിതകാലം അത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തി. ബെതേൽ, ഗിൽഗാൽ, മിസ്പ എന്നീ സ്ഥലങ്ങൾ വർഷം തോറും സന്ദർശിച്ച് അവിടെയും അവൻ നീതിപാലനം നടത്തിയിരുന്നു. അനന്തരം തൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക് അവൻ മടങ്ങിപ്പോയി. അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിനൊരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു. അധ്യായം 8. രാജാവിനു വേണ്ടി മുറവിളി. സാമുവൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു. മൂത്ത മകൻ ജോയേലും രണ്ടാമൻ അബിയായും ബെർശെബായിൽ ന്യായാധിപന്മാരായിരുന്നു. അവർ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നില്ല. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവലിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരുക. ഞങ്ങൾക്കൊരു രാജാവിനെ തരുക എന്ന് അവർ പറഞ്ഞത് സാമുവലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തതു തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക. എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. രാജാവിന് ആവശ്യപ്പെട്ടവരോട് കർത്താവിൻ്റെ വാക്ക് സാമുവൽ അറിയിച്ചു. നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. തൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും. ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും. ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും. നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധതൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും. നിങ്ങളുടെ വയലുകളിലും
നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തൻ്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും. നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തൻ്റെ ജോലിക്ക് നിയോഗിക്കും. അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിൻ്റെ ദശാംശമെടുക്കും. നിങ്ങൾ അവൻ്റെ അടിമകളായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്നു നിങ്ങൾ വിലപിക്കും. എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. സാമുവേലിൻ്റെ വാക്കുകൾ ജനം അവഗണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം, ഞങ്ങൾക്ക് മറ്റു ജനതകളെപ്പോലെയാകണം. ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യണം. ജനങ്ങൾ പറഞ്ഞത് സാമുവേൽ കർത്താവിൻ്റെ മുൻപിൽ ഉണർത്തിച്ചു. അവിടുന്ന് അവനോട് പറഞ്ഞു, അവരുടെ വാക്കനുസരിച്ച് അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. സാമുവേൽ ഇസ്രായേല്യരോട് പറഞ്ഞു, ഓരോരുത്തരും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. ദൈവമായ കർത്താവിന് സ്തുതി.